ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്നൂർ എന്നുള്ള വയനാട് ജില്ലയിലെ എന്നൂർ എന്നുള്ളൊരു പൈതൃക ഗ്രാമം. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മുടെ വണ്ടി ഇത് അവിടെ പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 50 രൂപ. എൻട്രി ഫീ ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ ഇവിടെ തന്നെയല്ല, ഈ വില്ലേജ് കുറച്ച് നീങ്ങിയ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് പോകണം. അതിന് വേണ്ടി ജീപ്പ് സർവീസ് ഉണ്ട്, പിന്നെ ടവേരയുടെ സർവീസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒരാൾക്ക് 30 രൂപ. 8 പേര് ഉണ്ടെങ്കിലാണ്, മിനിമം 8 പേരാണ് അതിനകത്ത് കയറാവുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട്, അവരുടെ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. കണ്ടോ, ചേട്ടൻ എവിടുന്നാ? കോഴിക്കോട്. പേരെന്നാ? കാക്കൂര്. സുഹൈൽ. അത് ശരി. ചേട്ടൻ്റെ പേര്? നെയ്യും. അപ്പോൾ നമ്മൾ ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എൻ്റെ പേര് അനീഷ്. ഞങ്ങൾ പെരുമ്പാവൂർ, എറണാകുളത്ത്. അങ്ങനെ ജീപ്പിലേക്ക് കയറാണ്. ജീപ്പിലേക്ക് കയറിയിട്ട് കുറേ നാളായില്ലേ? ഫ്രണ്ട്സ്, നമ്മൾ എന്നൂർ എന്നുള്ള സ്ഥലത്തിൽ ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ജീപ്പ് സർവീസ് കഴിഞ്ഞ് അല്ലേ? ഇവിടെ ആദ്യം കാണുന്ന ഒരു ഹട്ടല്ല, ഒരു സാധാരണ ഇത് കണ്ടോ, ഇത് തന്നെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ബിൽഡിങ്ങുകളുണ്ട്. പൈതൃക ഇത് അതങ്ങോട്ട് 300 പൈതൃക ഗ്രാമം അങ്ങോട്ട് 300 മീറ്റർ ഏകദേശം നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് വളരെ അല്ലേ, ഇത് കണ്ടോ ബാക്ക്ഗ്രൗണ്ട്. ഇതിനകത്ത് ക്യാമറയിൽ അത്ര കിട്ടുമെന്ന് അറിയാൻ പാടില്ല, അത്യാവശ്യം വേലൊക്കെ ഉള്ളതുകൊണ്ട്. ഇതാണ് ചെമ്പ്ര പീക്ക്. ആ കാണുന്നതാണ് ചെമ്പ്ര പീക്ക്. ചെമ്പ്ര പീക്കൊക്കെ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പോയിട്ടില്ല, പോകണമെന്നുണ്ട് അല്ലേ? ചെമ്പ്ര പീക്ക് ഒരു ദിവസം പോകണം. ഇവിടെ നിന്ന് നമ്മൾ നടന്നു വേണം പോകാൻ. എന്ന് അത്യാവശ്യം വെയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഇത് കണ്ടോ, ഐസ്ക്രീമൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഏത് ഫ്ലേവറാണ് ഉള്ളത്? വനില, മാംഗോ, പിസ്ത, സ്ട്രോബെറി, അങ്ങനെ ഐസ്ക്രീം നുണഞ്ഞുകൊണ്ട് നല്ല വെയിലാണ്. ഫ്രണ്ട്സ്, ഇവിടെ ചെങ്കല്ല് പാകിയൊരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, നടന്നു പോയാലോ? ബസ്സിലാവാ കഴിച്ചിട്ട് പോയെന്നാണ് പറഞ്ഞേ. വാ, അവർ പെട്ടെന്ന് വരും. നീ വാ. ഇത് ചുറ്റും മൊട്ടക്കുന്നുകളാണ്. ഐസ്ക്രീം തന്നെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമല്ലോ. കണ്ടോ, ചുറ്റും മൊട്ടക്കുന്നുകളാണ്. ഈ സ്റ്റെപ്പ് കയറിയത് കണ്ടോ, ചെങ്കല്ലിൻ്റെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മണ്ണാണോ? മണ്ണല്ല അത്. പിന്നെ ഓലമേഞ്ഞ വീടുകളൊക്കെ വണ്ണമുള്ളതായിരിക്കും. ഇടയ്ക്ക് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ ഒരു തണലുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടോ. ഇതേ ഒരാൾ ഐസ്ക്രീം കഴിച്ച് ഇതുവരെ തീർന്നിട്ടില്ല. ഇത് ചുടാൻ വേണ്ടി കൊണ്ടുപോണയാ. പണ്ടത്തെ കാലത്ത് മറ്റേ ഇതല്ലേ, പണ്ടത്തെ കാലത്ത് മൊത്തം വേട്ടയാടി കൊണ്ട് തന്നെ വരച്ചാണ് അത്. ഇനി എത്തിയില്ലല്ലേ? കട്ട വിരിച്ച വഴികളാണ്. അപ്പുറം ഇങ്ങനെ നമ്മളാ കയറി വന്നത് ആ വഴിക്ക് കിടിയാ. അതെ, അങ്ങനെ മുകളിലേക്ക് വാ. ഇവിടെ മുളയരി പായസം വിൽക്കാൻ വെച്ചിട്ട്, ബാംബു റൈസ് പായസം, കരിക്ക് ബോർഡ് വെച്ചാണോ. എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമം, ആർട്ട് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ്, അങ്ങനെ കുറച്ച് ട്രൈബൽ മാർക്കറ്റ്, ഓപ്പൺ എയർ തിയേറ്റർ, ഒരു ഹോട്ടൽ ഇവിടെ ക്രമീകരിച്ചാണ് കേട്ടോ. ഹോട്ടൽ ഗദ്ദിക. എങ്ങനെ വായിക്കുന്നത്? ഇതൊന്ന് വായിച്ചേ. അതിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വായിക്കണോ, അല്ലെങ്കിൽ വായിക്കാൻ പറ്റുമോ? ഹോട്ടൽ ഗദ്ദിക, എണ്ണക്കടി, ആവിക്കടി. ഇതാ, വാ ഇവിടെ കയറിട്ടോ. ഇത് വെറുതെ വെച്ചാൽ അല്ല അല്ലേ, ഇവിടെ ഫുഡ് ഒക്കെ ഉണ്ട് അല്ലേ? അത് ശരി. ഇതേ കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ നോക്കിയത് മനോഹരമായിട്ടുള്ളത്. ഇതല്ലേ അമ്പും വില്ലുമായിട്ട് വെച്ചാണ്. എവിടെ? ഇതേ കണ്ടോ, മറ്റേ
എന്താ പറയണേ, ആഫ്രിക്കയിലേക്ക് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. ഊണൊക്കെ തീരാറായി കാണുക അല്ലേ? വയനാട് ചുരം കയറി, താമരശ്ശേരി ചുരം കയറിയിട്ട് നമ്മൾ നേരെ വരുന്നത് ഉള്ളൊരു ഏരിയയാണിത്. അവിടെയാണ് ചെമ്പ്ര പീക്ക് ഒരു സൈഡ് എന്നൂർ എന്നുള്ള ഗ്രാമം. ഇവിടെ തന്നെയാണ് പൂക്കോട് ലേക്ക്, ഇവിടെ അടുത്ത് തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഇതാട്ടോ. അവിടെ ആമ്പലൊക്കെ ഉള്ള സീസണിൽ കുറച്ചുകൂടെ ഭംഗിയാന്ന് പറഞ്ഞാൽ തന്നെ. ഇത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ, ഇത് മുളയും കൊണ്ടാണ് ഇതിൻ്റെ റൂഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ടോ, മുള കണ്ടോ, മുളയും കൊണ്ട്. മഴ നനയൊന്നും അറിയില്ല, അതിൻ്റെ ചിലപ്പോൾ മുകളിൽ എന്തെങ്കിലും ചെയ്ത് ഉണ്ടാവുമായിരിക്കും. ഇവിടെ ഇരിക്കാനായിട്ടുള്ള ഇരിപ്പിടം, ഇതാണ് ഇരിക്കാനായിട്ടുള്ള ഇരിപ്പിടം. നല്ല ഒരു തണുത്ത കാറ്റ് ഇവിടെ ഇരിക്കാനായിട്ട് നല്ല ഭംഗി. കണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ ഗദ്ദികയിൽ ഇറങ്ങി. ഹോട്ടലിലെ കറികൾ ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ സമയമില്ല. നമ്മൾ തിരിച്ചു വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ കയറും. മൊട്ടക്കുന്ന് ഇവിടെ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ട്രൈബൽ വില്ലേജ് ഇതേ കണ്ടോ, ഇവിടെ നോക്കി കണ്ടോ, ഇതാണ് സംഭവം. ട്രൈബൽ വില്ലേജിലുള്ള ഹട്ടുകളാണത്. അത് പുല്ലല്ലേ ഇത്? എവിടെ പോയിട്ട് പോയാൽ പോരെ? ഇത് ആരെങ്കിലും വീടൊന്നുമല്ല, ഇതേപോലെ എന്തെങ്കിലും ക്രമീകരിച്ചിരിക്കുന്നതായിരിക്കുള്ളൂ. എക്സിബിഷൻ ഹാളാ? സിംബോളിക് അല്ല കേട്ടോ, ഇവിടെ മരുന്നുകളെല്ലാം. ഇത് മറ്റേ ചിപ്സൊക്കെ അല്ലേ വെച്ചാണേ? അതെയാ, കാട്ടുതേനെന്ന് പറഞ്ഞേ. തിരിച്ചു വരുമ്പോൾ കൂടെയുള്ള ഇത് കണ്ടോ, വംശീയ വൈദ്യ ചികിത്സാ കേന്ദ്രം. ഇത് ശരിക്കും ഇവിടെ ഉണ്ടോ അതോ സിംബോളിക്കായിട്ട് വെച്ചേനെയാണോ? ഇത് ശരിക്കും ചികിത്സയുണ്ട് ഇവിടെയും. അതുപോലെ വനമാലിക, വന ഉൽപ്പന്നങ്ങൾ കണ്ടോ. ബത്തേരി പട്ടികവർഗ കോപ്പറേറ്റീവ് സൊസൈറ്റി, വയനാടൻ കാട്ടുതേനും മുളയരിയും. അത് എന്ത് തേനത്? ചെറുതാണോ? ചെറുതേനാണോ? ഒരെണ്ണം മേടിച്ചാലോ? ചെറുതേന എന്നാ ഒരെണ്ണം എടുത്തോ കേട്ടോ, ഒരെണ്ണം എടുത്തോ. അങ്ങനെ ഇതിപ്പോ എത്ര ഗ്രാം കേട്ടാ? ഇത് 300 ഗ്രാം. 300 ഗ്രാമിന് 270 രൂപ. 270 രൂപ. 300 ഗ്രാം ചെറുതേൻ കിലോ 900 രൂപ. ഏതായാലും ഒറിജിനൽ സാധനമായിരിക്കും അല്ലേ? ഒറിജിനൽ സാധനം. അപ്പൊ ചേട്ടൻ്റെ പേരെന്താ? എന്തോ? സരസൻ. ചേട്ടനാണ് ഇവിടുത്തെ സ്റ്റാഫ് കേട്ടോ. പിന്നെ ചീനിക്കപ്പൊടി ഉണ്ട്. ചീനിക്കപ്പൊടി മീൻസ്? ചീനിക്കപ്പൊടി ഒരു താരനൊക്കെ നല്ല തലനെല്ലി കുടിക്കാനൊക്കെ. അതെയോ? അത് ശരിക്കും പോവോ? താരം അതെയോ? ഇതെങ്ങനെയാത്? എന്ത് പൊടി? ചീനിക്കപ്പൊടി നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടാ അതിന്? അതെ. അപ്പൊ ഞങ്ങള് എന്തൊക്കെ സാധനം എടുത്തു? പിന്നെ എടുത്തു, തേനെടുത്തു, ചീനിക്കപ്പൊടി, കസ്തൂരി മഞ്ഞൾ, ഇത്ര സാധനം എടുത്തു. ഫ്രണ്ട്സ്, ഒരു സാധനം കൂടെ മേടിച്ചു കേട്ടോ. ഇത് അല്ലെ, വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാനുള്ള ഒത്തിരി ഔഷധ കൂട്ടുകളൊക്കെ നിറച്ചിട്ടുള്ള ഇതാണ്. കുറച്ച് ഗോത്ര. ഇത് ആവിഷ്കരണ കേന്ദ്രം, ശുചിമുറി. അതായത് ഓരോരുത്തൻ്റെ കണ്ടോ, ഇത് കണ്ടോ, ബോർഡ് കണ്ടോ എഴുതി വെച്ചിട്ടുണ്ടോ? ഒരെണ്ണം ഇന്റർപ്രിട്ടേഷൻ സെന്റർ, ആവിഷ്കരണ കേന്ദ്രം, അടിയിൽ ശുചിമുറി. കുറിച്ച് ഗോത്ര തനത് അമ്പെയ്ത്ത് 30 രൂപ സമ്മാനം നേടും. ഞങ്ങൾ മാംഗോ മഡേഴ്സിൽ പോയപ്പോൾ അമ്പെയ്ത്ത് ഉണ്ടായിരുന്നു. അമ്പെയ്ത്ത് അത് നല്ല രസമായിരുന്നു കേട്ടോ. കണ്ടോ? ഇത് നമ്മുടെ വീട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നല്ലേ. അപ്പം ആദ്യത്തെ ഹട്ടിൽ നമ്മൾ കയറുകയാണ്. ഇത് കണ്ടോ, പനമ്പാണ് കണ്ടോ, പനമ്പ് കൊണ്ടാണിത് മേഞ്ഞനെ. എന്നിട്ട് ഈ പനമ്പിൻ്റെ മുകളിൽ, അതായത് പനമ്പിൻ്റെ മുകളിൽ വക്യൂലും കൊണ്ടാണ് അവർ മേഞ്ഞനെ. കണ്ടോ, അവരുടെ ഒരു റൂം സജ്ജീകരിച്ചിരിക്കുന്ന കണ്ടോ. ഇതാണ് പനമ്പ് കൊണ്ടുള്ള വീട്.
അതെ അതെ അതെ. ഗോവിന്ദനാശാൻ അമ്പെയ്ത്ത് കലയുടെ വയനാടൻ ദ്രോണാചാര്യൻ എന്ന് പറഞ്ഞൊരു ഒരാളുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. വേറൊരു ഫോട്ടോ കാണിച്ചു വെച്ചിരിക്കുന്നുണ്ട്. വീടിൻ്റെ കണ്ടോ, ഭിത്തി കണ്ടോ, ആഹാ വളരെ കൂളിംഗ് ആട്ടോ ഫ്രണ്ട്സ്. വേറൊരു ഹട്ടിൽ നമുക്ക് കയറി നോക്കാം കേട്ടോ. കണ്ടോ, അതായത് ഇതിന് മുകളിൽ അടിയിൽ ഈറ്റിയോ മുള എന്താണ്ട് കൊണ്ടുള്ള ഒരു ഇത്, അതിന് മുകളിൽ വക്യോലിൻ്റെ മുകളിൽ അത് പോകാണ്ടിരിക്കാൻ വേണ്ടി നെറ്റ് ഇട്ടേക്കണേ കേട്ടോ. ഞാൻ മംഗലം കഴിച്ചോട്ടെ. ഈ ഊരിൽ തന്നെ കല്യാണം കഴിക്കുള്ളൂ. അതെയോ? ഞങ്ങള് ഈ ഹട്ടിലൊന്ന് കയറി നോക്കട്ടെ കേട്ടോ. പനമ്പ് ഒക്കെ വെച്ചിട്ടുള്ള വാതിലാട്ടോ. അതേ കണ്ടോ വാതിൽ. ലൈറ്റ് അറേഞ്ച് ചെയ്ത് നോക്കി. ഇവിടെ ബന്ദിച്ചെടികളൊക്കെ അല്ല, കാട്ടുബന്തി. അത് കാട്ടുബന്തി കണ്ടോ, കാട്ടുബന്തി. അത് ആരാന്ന് വെച്ചാൽ വിളിച്ചേ. ആരാ? ചേട്ടോ വീട്ടിലുണ്ടോ? ഇത് പണ്ടത്തെ ഇതല്ലേ. ഇപ്പോഴും ആൾക്കാർ മീൻ പിടിക്കാറുണ്ട് അതുകൊണ്ട്. അതെയോ? ഇതല്ലേ ഫ്രണ്ട്സ്, നമ്മൾ സിനിമകളിൽ മാത്രമേ ഉണ്ടുള്ളൂ ഈ അമ്പിട്ട് വെക്കണ പാത്രം അല്ലേ. അത് ബാക്കിൽ ആണോ, ബാക്കിൽ തൂക്കണം അല്ലേ. ഈ പഴശ്ശിരാജ എന്നുള്ള സിനിമയിൽ കണ്ടേ അത് ഇങ്ങനത്തെ ഉള്ളതാണോ? ഇത് തന്നെ. അതായത് ആവനാഴി. ഇനി ആളുകൾ കമന്റ് ചെയ്ത് കൊല്ലരുത്, ഇത് ആവനാഴി. ഇത് എന്നാ സാധനമായിട്ട്? നിലന്തല്ലി. ഓ, നിലം അടിച്ച് ലെവൽ ചെയ്യാൻ വേണ്ടിയുള്ള അല്ലേ. അത് ഇത് സാധാരണ നമ്മുടെ പണ്ടത്തെ തറവാടുകളിലൊക്കെ ഉള്ള പോലെ തന്നെ ഉള്ളത്. ഈ വീട് ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ. മോളെ ഒരു ഇച്ചിരി ഭംഗിയുള്ള രീതിയിൽ ഒരു വെറൈറ്റി ആയിട്ട് പണിതാണ്. വെന്റിലേഷൻ പണിതാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പാ. അതെ കണ്ടോ, അതിന് തവി കോരിയിട്ട് വെക്കാൻ അല്ലേ. ചട്ട. ഇതെന്തിനായിട്ടത്? പൂവൊക്കെ വെക്കാനോ? മുറുക്കാൻ ചെല്ലത്തിന് പകരമായിട്ട് മുറുക്കാൻ ചെല്ല അല്ലേ. ഇത് കോരിമുറം. കണ്ടോ എന്ന് അറിയാൻ പാടില്ല. ഒരു സ്ഥലത്ത് പോയി വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ അടുപ്പ് കാണാനില്ല. ഇതൊക്കെ എപ്പോഴും ഉപയോഗിക്കണല്ലേ. കണ്ടോ, ഇതാണ് ചേര്. അതായത് സാധനങ്ങളൊക്കെ ഉണങ്ങാനൊക്കെ ആയിട്ട് അല്ലേ. ഉണങ്ങാനായിട്ട് അത് താഴെ അടുപ്പുണ്ട്, അടുപ്പിന്റെ മുകളിലിട്ട് ഉണങ്ങാനായിട്ടുള്ള ചേര്. ഫ്രണ്ട്സ്, നമ്മള് പുതിയ ഇനം തൊട്ടിലൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. ഒരു തൊട്ടില് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇപ്പോഴും ഉപയോഗിക്കണതാണ് കേട്ടോ തൊട്ടില്. അതെയോ? ഇപ്പോഴും എവിടെയാ ഉപയോഗിക്കുന്നത്? കുട്ടികൾക്ക്. ഏത് ഏരിയ സ്ഥലം? പടിഞ്ഞാറത്തറ. കണ്ടോ, ഇതാണ് ആ തൊട്ടിൽ. പടിഞ്ഞാറത്തറയിൽ ഇപ്പോഴും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തൊട്ടിലാണ്. വയനാട്ടിലെ കുറച്ച് സമുദായങ്ങൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തൊട്ടിലാണിത്. നല്ല ഭംഗിയുണ്ടല്ലോ. ഇതിനകത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. ഓക്കെ ഏട്ടാ, താങ്ക്സ്. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴിപോക്കനാണ്. ഭക്ഷണമില്ല, കുടിവെള്ളമായിട്ട് വേണ്ട. ഏതായാലും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയേ. വല്ല മുളേരിയോ എന്തെങ്കിലും. അതെയോ? എങ്ങനെയുണ്ട്? കണ്ട അതെ ഇത് തന്നെ. ഇത് മറ്റേ ഇതാട്ടോ വീഡിയോ. Hi guys, we are from Wayanad, Ennuru. അരിനെല്ലിക്ക, പിന്നെ എന്നാ തേൻ നെല്ലിക്ക ഉണ്ടല്ലേ. മുളേരി പായസം തട്ട്. എവിടെന്നാ? തമിഴ്നാട്, നിയർ ട്രിച്ചി. ഇത് ഇവിടെ ഫ്രം ദുബായ് ടു വയനാട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എന്നൂര് വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. പുതിയ വീഡിയോകൾ ഇടുന്നു.